എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് കേട്ടറ്റിൻ്റെ കാറ്റഗറി 2 അതിൻ്റെ മാത്സിൻ്റെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇത് 2024 ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ആൻസറും ക്വസ്റ്റ്യനും ഉണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. പെയിൻറ് ചെയ്ത ഒരു സമചതുരക്കട്ട 27 തുല്യ കഷ്ണങ്ങളാക്കി മാറ്റുന്നു. 2 മുഖത്ത് മാത്രം പെയിൻ്റുള്ള എത്ര ചെറിയ സമചതുര കട്ടകൾ ഉണ്ടാകും? ആൻസർ വരുന്നത് 12 ആണ്. താഴെ തന്നിരിക്കുന്നവയിൽ ത്രികോണം ABC വരയ്ക്കാൻ സാധിക്കുന്നത് ഏതിലാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. AB 8.5, AC 4, കോണെ 50 ഡിഗ്രി. താഴെ തന്നിരിക്കുന്നവയിൽ ഗണിതവുമായി ബന്ധപ്പെട്ട പ്രക്രിയാശേഷി അല്ലാത്തതേത്? താൽപ്പര്യം പ്രകടിപ്പിക്കൽ. പഠനവുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്നവയിൽ പിയാഷെ പ്രാധാന്യം കൊടുക്കാതിരുന്നത്? പ്രബലനം. കൂട്ടുപലിശ രീതിയിൽ പലിശ കണക്കാക്കുന്ന ബാങ്കിൽ ഒരാൾ നിശ്ചിത തുക നിക്ഷേപിച്ചിട്ടുണ്ട്. 1ഉം 2ഉം വർഷങ്ങളുടെ അവസാനം പലിശ രേഖപ്പെടുത്തിയിട്ടുള്ളത് 160, 328 എന്നിങ്ങനെയാണ്. പലിശ നിരക്ക് കണക്കാക്കുക. ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത് 5%. ഒരു സമചതുരത്തിൻ്റെ ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. സമചതുരം ABCDയുടെ വശങ്ങളുടെ മധ്യബിന്ദുക്കളാണ് PQRS. ഷെയ്ഡ് ഇല്ലാത്ത സ്ഥലം സമചതുരത്തിൻ്റെ എത്ര ഭാഗം വരും? അപ്പോൾ അതിൻ്റെ ആൻസർ വരുന്നത് 3/4 ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, യുക്ലിഡിൻ്റെ പ്രശസ്തമായ ഗ്രന്ഥം ഏത്? എലമെൻസ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. 250 രൂപയ്ക്ക് വാങ്ങിയ സാരിയുടെ പുറത്ത് ഒരു കടക്കാരൻ 8% ലാഭം എടുക്കാൻ ഉദ്ദേശിക്കുന്നു. 10% ഡിസ്കൗണ്ട് നൽകി വിൽക്കണമെങ്കിൽ സാരിയുടെ വില എത്രയെന്ന് രേഖപ്പെടുത്തണം. 300 രൂപ. 3/4 + 4/5 + 5/6 വില എത്ര? ഓപ്ഷൻ ഡി ആണ് ആൻസർ 143/60. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, 0.27 ഇൻറ്റു 2.8 + 0.9 ഇൻറ്റു 0.14 ബൈ 1.8 ഇൻറ്റു 0.7 വില എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ 0.7 ആണ് ആൻസർ വരുന്നത്. ഇനി 1/5 5 + 2/5 3 + 3/5 3/5 5 + 4/5 + 5/5 5 എന്ന തുകയുടെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം ഏത്? 5 ആണ് ആൻസർ വരുന്നത്. തന്നിരിക്കുന്നവയിൽ ശരിയല്ലാത്തത് ഏത്? സമചതുരത്തിൻ്റെ പരപ്പളവ് വശവുമായി നേർ അനുപാതത്തിലാണ്. അതാണ് ആൻസർ. ഈ കുട്ടികളുടെ തെറ്റുകൾ കണ്ടെത്തി പരിഹാര ബോധനം നൽകണമെന്ന് നിർബന്ധിതമായി പറയുന്നത് ഏതിനു ശേഷമാണ്? നിദാന ചോദകം. x/3 - x/2 = 1/3 + 1/2 ആയാൽ എക്സിൻ്റെ വില എത്ര? ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് -5. ഇനി 80% ഗാഢതയുള്ള 5 ലിറ്റർ ആസിഡ് 50% ഗാഢതയുള്ളതാക്കി മാറ്റണമെങ്കിൽ എത്ര ലിറ്റർ വെള്ളം ചേർക്കണം? 3 ആണ് ആൻസർ വരുന്നത്. ഇനി ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഏത് ഗണിതാശയമാണ് ഈ ചിത്രത്തിൽ നിന്ന് രൂപീകരിക്കാൻ സാധിക്കുന്നത്? 1 മുതലുള്ള തുടർച്ചയായ ഒറ്റസംഖ്യകളുടെ തുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഗണിത പഠനത്തിന് ഉപയോഗിക്കുന്ന ആപ്ലേറ്റ്. ജിയോജിബ്ര. 500 മീറ്റർ നീളമുള്ള ട്രെയിൻ 1 മിനിറ്റിൽ 1500 മീറ്റർ സഞ്ചരിക്കുന്നു. ഒരു ഇലക്ട്രിക് പോസ്റ്റ് മറികടക്കാൻ ട്രെയിൻ എത്ര സമയം എടുക്കും? 20 സെക്കൻഡ്. ഒരു സമബഹുഭുജത്തിൻ്റെ ഒരു ആന്തരിക കോണിൻ്റെ അളവ് 150 ഡിഗ്രിയാണ്. ഈ ബഹുഭുജത്തിന് എത്ര വശങ്ങളുണ്ട്? ആൻസർ 12 ആണ്. ബോധനശാസ്ത്രപരമായ ഉള്ളടക്ക അപഗ്രഥനം നടത്തുന്നതിൻ്റെ പ്രധാന ലക്ഷ്യമല്ലാത്തത് ഏത്? ആൻസർ ചോദ്യമാതൃകകൾ തീരുമാനിക്കുന്നതിന്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഭിന്നസംഖ്യയെ പരിചയപ്പെടുത്തുന്ന ഒരു ക്ലാസ് മുറിയിൽ അധ്യാപിക ആദ്യം ചെയ്യേണ്ട പ്രവർത്തനം. ആൻസർ വരുന്നത് ഒരു വസ്തു 2 തുല്യ ഭാഗങ്ങളാക്കിയതിൽ ഒരു ഭാഗത്തിനെ 2/1 എന്ന് പറയുന്നു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഒരു വിദ്യാലയത്തിൽ നിന്നും തെരഞ്ഞെടുത്ത 30 കുട്ടികളുടെ പ്രായം താഴെ തന്നിട്ടുണ്ട്. അപ്പോൾ എന്നിങ്ങനെയാണ് ആവൃത്തി പട്ടിക തയ്യാറാക്കുമ്പോൾ ഏറ്റവും അനുയോജ്യമായ ആദ്യത്തെ 2 ക്ലാസുകൾ ഏത്? ആൻസർ വരുന്നത് ഡി ആണ് 6, 7, 8, 9. ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. ചിത്രത്തിൽ LM എന്നിവയും NP എന്നിവയും സമാന്തര വരകളാണ്. കോൺ X എത്ര ഡിഗ്രിയാണ്?
60 ഡിഗ്രിയാണ്. 30 കുട്ടികളുള്ള ക്ലാസ്സിലെ കുട്ടികളുടെയും ക്ലാസ് ടീച്ചറുടെയും ചേർത്തുള്ള ശരാശരി പ്രായം 12 വയസ്സായിരുന്നു. 56 വയസ്സിൽ ടീച്ചർ റിട്ടയർഡ് ചെയ്യുകയും പകരം പുതിയ ഒരു ടീച്ചർ ചുമതലയെടുക്കുകയും ചെയ്തപ്പോൾ ശരാശരി പ്രായം 11 വയസ്സായി. പുതുതായി വന്ന ടീച്ചറുടെ പ്രായം. ഇതിൽ ശരാശരി ആണ്, തുക ബൈ എണ്ണമാണ്. അപ്പോൾ 25 വരുന്നത് ആൻസർ. രണ്ടു സംഖ്യകളുടെ ചെറു പൊതുഗുണിതവും LCM വൻ പൊതുഘടകവും HCF. ആ സംഖ്യയുമായുള്ള ബന്ധം കണ്ടെത്തുന്നതിനുള്ള ഏറ്റവും അനുയോജ്യമല്ലാത്ത രീതി. അപ്പോൾ ശ്രദ്ധിക്കുക, അനുയോജ്യമല്ലാത്ത രീതിയാണ് ചോദിച്ചത്. അപ്പോൾ നിഗമന രീതിയാണ് ആൻസർ വരുന്നത്. ഇനി A മൈനസ് ബ്രാക്കറ്റിൽ B മൈനസ് പിന്നെ ബ്രാക്കറ്റ് C മൈനസ് D ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് പിന്നെ ഒരു ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് സമം. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ B ആണ്. ഇനിയൊരു ഡയഗ്രം കൊടുത്തിട്ടുണ്ട്. ഇനി അതിൽ നോക്കാം. അതിൽ കുറച്ച് വാഴ 80%, നെല്ല് 100 ഡിഗ്രി, തക്കാളി 80%, വെണ്ട 60%, പയർ 40%. ഒരു കർഷകൻ തൻ്റെ സ്ഥലത്ത് വ്യത്യസ്തങ്ങളായ വിളകൾ കൃഷി ചെയ്തതിൻ്റെ പൈ ഡയഗ്രമാണ് നൽകിയിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ സ്ഥലം ഏത് വിധയ്ക്കാണ് ഉപയോഗിച്ചത്? ആ ഭാഗത്തിന് ഭിന്നരൂപം ഏത്? ഓപ്ഷൻ D ആണ് 5/18. ഇനി ഒരു സാമൂഹിക ചുറ്റുപാടിൽ നടക്കുന്ന പൂർണ്ണ ഹൃദയത്തോടെയുള്ള ലക്ഷ്യബോധമുള്ള പ്രവർത്തനമാണ് പ്രൊജക്റ്റ്. ഈ നിർവചനം നൽകിയത് ആര്? കിൽപാട്രിക് ആണ് നൽകിയത്. തന്നിരിക്കുന്ന വാചകത്തിൻ്റെ ബീജഗണിത രൂപം. ഒരു സംഖ്യയുടെ ഇരട്ടിയുടെ കൂടെ 5 കൂട്ടിയാൽ കിട്ടുന്ന സംഖ്യ ആ സംഖ്യയുടെ 3 മടങ്ങിൽ നിന്ന് 1 കുറച്ചതിന് തുല്യമാണ്. ഓപ്ഷൻ C ആണ് ആൻസർ. 2 ബ്രാക്കറ്റിൽ x+5 ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തിട്ട് സമം 3x - 1. പിയാഷെയുടെ സിദ്ധാന്ത പ്രകാരം ഗണിതത്തിലെ അമൂർത്തമായ ആശയങ്ങൾ പഠിക്കാൻ ഏറ്റവും അനുയോജ്യമായ കാലഘട്ടം ഔപചാരിക മനോവ്യാപാര ഘട്ടം. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.